ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്ന രീതി കാണാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നന്നായി കുക്കർ ചൂടായി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് നെയ്യ് ഒഴിച്ച് വെക്കാം. അതിന് ശേഷം പട്ട, ഗ്രാമ്പ് എന്ന ഐറ്റംസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ചൂടായ ശേഷം നമുക്ക് വലിയ ഉള്ളി, സവാള എന്നൊക്കെ പറയില്ലേ, ആ വലിയ ഉള്ളി നമുക്ക് നന്നായിട്ട് അരിഞ്ഞിട്ട് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളി ഇട്ട ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് ഇത്തിരി ബ്രൗൺ കളറിലാകുമ്പോൾ നമുക്ക് വേറെ ഐറ്റം ഇടണം. അത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വാട്ടിയെടുക്കും. പിന്നെ മല്ലിയില, പുതിനയില അരച്ച പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് മുളക് പൊടി ഇടണം. പാകത്തിന് നിങ്ങളുടെ എരിവിന് അനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. നമുക്ക് മുളക് പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം തക്കാളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ കുറച്ച് 5 മിനിറ്റെങ്കിലും ഒന്ന് വാട്ടിയെടുക്കണം. 2 to 3 മിനിറ്റ് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ നന്നായി ചിക്കൻ അത് നമ്മൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, ചിക്കൻ ഇട്ടിട്ട്. പിന്നെ അരിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ വരാൻ വയ്ക്കാം. അങ്ങനെ ഒരു വിസിൽ വന്ന ശേഷം നമ്മൾ ഇത്തിരി നേരം അടച്ചു വയ്ക്കണം. ഒരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. പിന്നെ നമ്മുടെ ആവി പറക്കുന്ന ബിരിയാണി ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വേറെ ഏതെങ്കിലും ചാലഞ്ച് ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ബിരിയാണി എല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എല്ലാവർക്കും ബായ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ വീഡിയോസിന്. ബായ്.